ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർത്തത്? അത് പാപങ്ങളല്ലേ? പല സാഹചര്യം തങ്ങളുടെ നിലപാടിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഈ സഖാക്കൾ വിളിച്ചു പറയുന്നത്? ജയിലിലുള്ളവരൊക്കെ പാപങ്ങൾ പോലും. എങ്ങനെയാണ് അവർ പാപങ്ങളാകുന്നത്? ഒരു കാര്യം മറച്ചു വെക്കുന്നില്ല. ചില നിരപരാധികളും ജയിലിൽ ഉണ്ടായേക്കാം, അത് സത്യമാണ്. പക്ഷേ മറ്റുള്ളവരൊക്കെ ക്രിമിനലുകളല്ലേ? ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അകത്ത് പോയവരല്ലേ? അവരെയാണ് ജയരാജൻ പാവങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ആശാ വർക്കർമാർ എത്ര കാലമാണ് അവരുടെ വേതനം കൂട്ടാൻ വേണ്ടി സമരം ചെയ്തത്? അതിനൊന്നും കണ്ണു തുറക്കാത്ത സർക്കാർ പെട്ടെന്ന് ജയിലിലുള്ള അന്തേവാസികൾക്ക് അവരുടെ പണിക്കുള്ള കൂലി കൂട്ടിയതിൽ ജനങ്ങൾ കേൾക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ജയിൽ പുള്ളികളൊക്കെ പാവങ്ങൾ എന്ന് ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ഒരിക്കലും കേരള ജനത പ്രതീക്ഷിക്കാത്ത ഒരു വാക്കാണ് ഇത്.